നിങ്ങൾ പണ്ട് ഇതിന്റെ അകത്തൊക്കെ ഇറങ്ങി കുളിക്കുമായിരുന്നാ? മീനൊക്കെ കിട്ടുമായിരുന്ന ഇതിന്റെ അകത്തുനിന്ന്? പിന്നെ ഇല്ലേ, ഞാനിൽ വെള്ളം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വെള്ളമാകും. അത് കഴിഞ്ഞ് താഴെ നിന്നൊക്കെ മീനൊക്കെ ഇഷ്ടം പോലെ പിടിക്കാം. പണ്ടൊക്കെ ഇതിന് എന്തുമാത്രം മീൻ പിടിച്ചിട്ടുണ്ട്. എടാ, നമ്മൾ അന്ന് കണ്ട് മത്സ്യവനികയൊക്കെ യഥാർത്ഥത്തിൽ ഉള്ളതാണല്ലേ? തുടങ്ങി. ഇനിയിപ്പം കുറെ ചോദ്യം കൊണ്ട് വരും. ഓ, ഉള്ളതാണ്. എനിക്ക് അറിഞ്ഞൂടെ? വേറെ ഡൗട്ടും ഉണ്ട്. ചോദിച്ചത് ഇതപ്പൊ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ഇതിനാണെങ്കിലേ വെള്ളത്തിൽ ഇടാതെ ഇരുന്ന ചത്തുപോകൂ. ഓ, ഈ മത്സ്യകന്യയുടെ ആ ഷേപ്പും അതിന്റെ ഒരു രൂപവും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് വിഴിഞ്ഞത്തുനിന്ന് ഇത് കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു. പിന്നെ വെള്ളം അത് ഇതിനെ കൊണ്ടുവരുമ്പോൾ തന്നെ ഇതിന്റെ കൂടെ കൊണ്ടുവരും. അപ്പൊ ഈ മത്സ്യവനിക എങ്ങനെയായിരിക്കും പിടിക്കുന്നത്? ഇത് ചൂണ്ടായിട്ട് പിടിക്കുന്നത്. അപ്പൊ ഇത് വീട്ടിലൊക്കെ വളർത്താൻ പറ്റുമോ? പറ്റും. പ്രത്യേക പഞ്ചായത്തിൽ നിന്ന് പെർമിഷൻ ഒക്കെ എടുക്കണം. പിന്നെ മുഖ്യമന്ത്രിയുടെ കത്തൊക്കെ ചൂണ്ടിടാൻ പോകണമെങ്കിൽ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നിനക്ക് വേണോ? വാങ്ങാം കേട്ടോ. ഓക്കെ. അതിന് ചൂണ്ടിട്ട് പിടിച്ചതല്ലേ അതിന്റെ ഇതിൽ കയറി കൊണ്ടാ ചത്തുപോയേ. ഏതിൽ കയറിക്കൊണ്ട് ചത്തു? മീനുകളെ പോലെ. ഇല്ല ഇല്ല, അതിങ്ങനെ തൊണ്ടയുടെ താഴെ വെച്ചേക്കും. നമ്മൾ പോകുമ്പോൾ അത് ഛർദ്ദിച്ചിങ്ങനെ തരും. നമുക്ക് വീട്ടിൽ പോവാം. സംശയമൊക്കെ കഴിഞ്ഞല്ലോ. എടാ, സത്യം തന്നെ നമ്മൾക്ക് വാങ്ങാൻ കിട്ടുമോ? അത് സത്യം തന്നെ, അത് വാങ്ങാൻ കിട്ടും. അപ്പൊ നമുക്കിന്ന് വാങ്ങാമേ. ഇന്ന് മതിയോ? നാളെ പോരെ? ഇന്ന് പോയി മുഖ്യമന്ത്രിയുടെ പെർമിഷൻ എന്നിട്ട് നമുക്ക് നാളെ എടുക്കാം കേട്ടോ. എങ്കിൽ അങ്ങനെയും മതി. സന്തോഷം.